ഹലോ, വെൽക്കം ടു മൈ ചാനൽ ലേൺ ഫ്രഞ്ച് വിത്ത് പാറു. അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ഫ്രഞ്ച് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് അല്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് അല്ല. എന്നിരുന്നാലും നമ്മൾ അത്രയും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ലാംഗ്വേജിനെ പഠിച്ച് കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പം ഞാൻ അധികം വൈകിക്കാതെ ആദ്യത്തെ ലെസണിലേക്ക് പോവാണ്. നമ്മൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യം എന്തായിരിക്കും? ഒരാളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യാന്നായിരിക്കും അല്ലെ. ഹലോ എന്ന് എങ്ങനെ പറയും, ഗുഡ് മോർണിംഗ് എങ്ങനെ പറയും, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് ആയിരിക്കും നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഫ്രഞ്ചിൽ ആദ്യത്തെ ലെസൺ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നതും. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ എങ്ങനെയാ ഹലോ പറയാം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എങ്ങനെ പറയാൻ നോക്കാം. ഇതാണ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹലോ, ഗുഡ് ഡേ എന്നൊക്കെ പറയാനുള്ള വേർഡ്. ഇതിന്റെ മീനിങ് എന്താണ്? ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ഡേ എന്ന് പറയും, ഓർ ഹലോ, ബോൺജൂർ. അപ്പൊ ഇത് പ്രൊനൗൺസിയേഷൻ നിങ്ങൾ അധികം ബോധേഡ് ആവണ്ട. ഇപ്പൊ നിങ്ങൾ പോകെ ഈ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് പഠിക്കും. ഇംഗ്ലീഷിന്റെ സെയിം ആൽഫബറ്റ്സ് തന്നെയാണ് ഫ്രഞ്ചിൽ ഉപയോഗിക്കുക എങ്കിലും ഉച്ചാരണം കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അതിനെപ്പറ്റി ഇപ്പൊ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മളത് ഫ്രഞ്ചിനായിട്ട് ഈ ലാംഗ്വേജിനായിട്ട് കുറച്ചുകൂടി ഫെമിലിയറൈസ് ആവുമ്പോൾ അത് താനെ നിങ്ങൾ മൈൻഡിലേക്ക് അസിമിലേറ്റ് ആയിക്കോളും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്തായാലും പ്രൊനൗൺസിയേഷന്റെ ഒരു ലെസൺ എന്തായാലും നിങ്ങൾക്ക് എടുത്തു തരാം, നിങ്ങൾക്ക് കുറച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ബോൺജൂർ, ഇതില് ലാസ്റ്റ് ആർ എന്ന് പറയണത് ഉച്ചരിക്കില്ല. ബോൺജൂർ വളരെ പതുക്കെ അത് പ്രൊനൗൺസ് ചെയ്യുള്ളൂ. ആ ആർ എന്നുള്ള ഉച്ചാരണം അത് എന്നുള്ള സൗണ്ട് അല്ല വരിക, ആ ഒരു സൗണ്ടാ വരിക. അത് ഇപ്പൊ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ വന്നൊന്നും വരില്ല. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സാധനം വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ ഇതെങ്ങനെയാണ് ഗുഡ് ഡേ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ആയെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ബോൺ എന്ന വാക്കിന്റെ അർത്ഥം, ബോൺ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഗുഡ് എന്നാണ്. ഓക്കെ. ഇനി ജൂർ എന്ന വാക്കിന്റെ അർത്ഥം ഡേ എന്നാണ്. അങ്ങനെയാണ് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഗുഡ് ഡേ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നുള്ളൊരു വാക്ക് കിട്ടിയത്. അപ്പൊ നമ്മള് ഗുഡ് ഡേ എങ്ങനെയാ പറയാന്ന് പഠിച്ചു. ഇനി ഗുഡ് ഈവനിങ് എങ്ങനെയാ പറയാൻ നോക്കാം. സിമിലർലി ബോൺസ്വാർ ഇത് അങ്ങനെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ, ബോൺസ്വാർ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഗുഡ് ഈവനിങ്. അപ്പൊ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ബോൺ ഗുഡ് നമ്മൾ പറഞ്ഞു. ഇനി ഈവനിങ് എന്ന മീനിങ് ആണ് സ്വാഹുള്ളത്. ഇതിന്റെ മീനിങ് ആണ് ഈവനിങ്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഗുഡ് ഈവനിങ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് പഠിച്ചു, ഗുഡ് ഈവനിങ് പഠിച്ചു. ഇനി എങ്ങനെയാ നൈറ്റ്, ഗുഡ് നൈറ്റ് എങ്ങനെ പറയാൻ നോക്കാം. അത് കുറച്ചൊരു ഡിഫറെന്റ് ആണ് കേട്ടോ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ബോൺ എന്നുള്ള വാക്ക്, അതായത് മോർണിംഗ് എന്നുള്ളതും ഈവനിങ് എന്നുള്ളതും മസ്കുലിൻ ജെൻഡർ ആണ്. അതായത് ഫ്രഞ്ചുകാർക്ക് ചില ഓബ്ജക്ട്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ലിവിങ് തിങ്സ് ആവണമെന്നില്ല. അപ്പൊ അവർക്ക് അതിൽ ചില ഒബ്ജക്ട്സ് ഒക്കെ മസ്കുലിനും ചില ഒബ്ജക്ട്സ് ഒക്കെ ഫെമിനിൻ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് വെർബ് നൗൺ ഫെമിനിൻ ആണോ മസ്കുലിൻ ആണോ എന്നുള്ളതിനനുസരിച്ച് വെർബ് മാറും. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നൈറ്റ് എന്നുള്ള വേർഡ് അവർക്ക് ഫെമിനിൻ ജെൻഡർ ആണ്. മോർണിംഗും ഈവനിങ് എന്നുള്ളത് മസ്കുലിൻ ജെൻഡറും. അപ്പോ ഫെമിനിൻ ജെൻഡർ വരുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? ഈ ബോൺ എന്നുള്ളതില്ലേ, ആ വേർഡിന് ഇങ്ങനെയാവും, NNE എന്ന് വരും. ഇതാണ് ഫെമിനിൻ ജെൻഡർ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ട് മൈൻഡിന് പ്രഷർ കൊടുക്കണ്ട, ജസ്റ്റ് അത് മനസ്സിലാക്കി പോവാ. അതായത് ഇവർക്ക് എല്ലാത്തിനും മസ്കുലിൻ ഫെമിനിൻ ജെൻഡർ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും അവർക്കത് മസ്കുലിൻ ജെൻഡർ ആണ്. അതുകൊണ്ടാണ് BON എന്നുള്ള വേർഡ് വന്നത്, അതായത് BON എന്നുള്ള വേർഡ് വന്നത്.
ഐ മീൻ ബോൺ എന്നുള്ളതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ്, ഫെമിനിൻ വേർഷൻ ആണ് ബോൺ എന്നുള്ളത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഗുഡ് നൈറ്റിന് ബോൺ ന്യൂയി എന്ന് വന്നത്? കാരണം ഈ ന്യൂയി എന്ന് പറഞ്ഞാൽ നൈറ്റ് എന്നാണ് അർത്ഥം. ന്യൂയി മീൻസ് നൈറ്റ്. അപ്പൊ ഈ വേർഡ് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് നമ്മൾ ഗുഡിനും അത് റിഫ്ലക്ട് ചെയ്യണം. അതായത് ഇതാണ് ഇതിലെ നൗൺ അല്ലെ, നൈറ്റ് എന്നുള്ളതാണ് നൗൺ. ന്യൂയി എന്നുള്ളത് ഒരു ഫെമിനിൻ നൗൺ ആയതുകൊണ്ട് അതിന്റെ അഡ്ജക്റ്റീവ് എന്താവും? NNയിൽ അവസാനിച്ചു. അതായത് ഇവിടെയും അത് നമ്മൾ ഫെമിനിൻ ആക്കണം. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കാം. അപ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ബോൺജൂർ, ഗുഡ് ഈവനിങ് എന്ന് പറയാൻ ബോൺസ്വാർ, ഇനി ഗുഡ് നൈറ്റ് എന്ന് പറയാൻ ബോൺ നുയി. അത് ഉച്ചാരണം അങ്ങനെ തന്നെയാണ് വരിക, ബോൺ നുയി. പക്ഷെ എഴുതുമ്പോൾ അതിന് ഡിഫറൻസ് വരും. ഓക്കെ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാ, ഈ ബോൺജൂർ ബോൺസ്വാർ എന്ന് എഴുതുന്ന പോലെ അല്ല ബോൺ നുയി എന്ന് എഴുതുക. ബോൺ നുയി എന്ന് എഴുതുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടണം. ഇത് 2 ഡിഫറെന്റ് വേർഡ്സാ. പക്ഷെ ബോൺസ്വാർ ബോൺജൂർ ഒക്കെ ഒരുമിച്ചാണ് എഴുതുക. ഇതൊരൊറ്റ വേർഡാണ്, പക്ഷെ ഇത് രണ്ടും 2 വേർഡ്സ് ആണ്. അത് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്തത്, ഒരാളോട് നമുക്ക് ഗുഡ് ബൈ എന്ന് പറയണം. എങ്ങനെ പറയുന്നു നോക്കാം. ഗുഡ് ബൈ എന്നുള്ളതിന്റെ വേർഡാണ് ഓ റിവാർ. അപ്പൊ ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഈ വേർഡ് ഗുഡ് ബൈ എന്നുള്ള വേർഡ് ആയത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇത് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇനി AUO എന്നുള്ള വാക്കിന്റെ അർത്ഥം അൺടിൽ എന്നാണ്. ഓക്കെ, ഓ എന്ന വാക്കിന്റെ അർത്ഥം അൺടിൽ എന്നാണ്. ഇനി റീ എന്ന വാക്കിന്റെ അർത്ഥം എഗെയിൻ എന്നാണ്. അത് ആലോചിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷിലും റീ എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്നുള്ള അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ റീയൂസ് എന്നൊക്കെ പറയുമ്പോൾ യൂസ് ടു യൂസ് എഗെയിൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. ഇതിന്റെ അർത്ഥം സി എന്നാണ്, കാണുക എന്നുള്ള അർത്ഥത്തിലുള്ള സി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഗുഡ് ബൈ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തില് പറയുമ്പോൾ പറയാറില്ലേ, ഇനിയും കാണുന്നവരേക്കും എന്ന് പറയാറില്ലേ, അത് തന്നെയാണ് ഫ്രഞ്ചിലും. അണ്ടിൽ വി സീ അഗെയിൻ, അണ്ടിൽ വി മീറ്റ് അഗെയിൻ, അത് തന്നെയാണല്ലോ ഗുഡ് ബൈ എന്ന് പറയുന്നത്. ഇനിയും കാണുന്നവരേക്കും എന്നുള്ളതിന്റെ അർത്ഥം ദാറ്റ് ഇംപ്ലൈസ് ഗുഡ് ബൈ അല്ലെ. അപ്പൊ അത് തന്നെയാണ് അണ്ടിൽ സീ അഗെയിൻ എന്നുള്ളത് തന്നെയാണ് ഗുഡ് ബൈ എന്നുള്ള അർത്ഥം. അങ്ങനെയാണ് ഈ ഓ റിവാർ എന്ന് പറയുന്നത് ഗുഡ് ബൈ ആയത്. ഓക്കെ, അപ്പൊ ഓ റിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുഡ് ബൈ. ഓക്കെ, ഇനി അടുത്തത് ഒരാളോട് നമ്മള് പ്ലീസ് എന്ന് പറയണം. എങ്ങനെയാണ് പ്ലീസ് എന്ന് പറയാൻ നോക്കുക. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഡാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്ലീസ് എന്ന് പെട്ടെന്ന് പറയാം അല്ലെ, പക്ഷെ ഫ്രഞ്ചിൽ അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വേർഡാണ്. പക്ഷെ ഫ്രഞ്ചുകാർക്ക് അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്ത് ലെങ്തി ആയിട്ടുള്ള ഒരു വേർഡാ അല്ലെ. സീൽ വു പ്ലേ എന്നാണ് പ്ലീസ് എന്ന വാക്കിന് ഫ്രഞ്ചിൽ പറയുക. പ്ലീസ്. ഇനി ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു വേർഡ് എടുക്കാം, സീൽ. ഇതെന്താന്നുള്ളത് നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഈ വേർഡ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നറിയോ? ഇതിൽ ആദ്യത്തെ എസ് അത് ശരിക്കും SI ആണ്. ഇതിന്റെ മീനിങ് ഇഫ് എന്നാണ്. ഇഫ് അതിന് വേറെ മീനിങ് ഉണ്ട്, അതിപ്പോ ഞാൻ പറഞ്ഞു തരുന്നില്ല, കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ. അതുകൊണ്ട് ഇപ്പൊ ഈ അർത്ഥം മാത്രം ഓർത്ത് വെക്കാം. സി എന്ന് പറഞ്ഞാൽ ഈഫ് എന്ന മീനിങ് ആണ്. ഇനി IL എന്ന് പറഞ്ഞാൽ ഇറ്റ് അല്ലെങ്കിൽ ഹി എന്ന മീനിങ് ആണ്. ഇതൊക്കെ നമ്മൾ പ്രൊനൗൺസ് പഠിക്കുന്ന ആ ലെസൺസിൽ പഠിക്കും കേട്ടോ. ഇതെങ്ങനെ ആയെന്നുള്ളത് പറഞ്ഞു തരികയാണ്. പക്ഷെ നിങ്ങൾക്കൊരു അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ ഈ ക്ലാസ്സിൽ.
ആദ്യം തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അങ്ങോട്ട് ഡംപ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് സീൽ റിപ്ലൈ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് ഇങ്ങനെ അപ്പോസ്ട്രോഫി ILI നോക്കാം. അതായത് ഇതാണ് സംഭവം. അപ്പൊ ഈ സന്ദർഭത്തിൽ ഈൽ എന്നാൽ ഇറ്റ് എന്നാണ് മീനിങ്. ഈ സന്ദർഭത്തിൽ അതിന് ഹീ എന്നുള്ള അർത്ഥമുണ്ട്, പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് 2 I ഒരുമിച്ചാണ് വരുന്നത് അല്ലെ, 2 I ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ 2 വവൽസ് എന്താ നിങ്ങൾക്ക് അറിയാലോ, AEIOU. അപ്പൊ ആ വവൽസ് ഒരുമിച്ച് വരികയാണെങ്കിൽ അതിലാദ്യത്തെ വവല് വെട്ടിപ്പോകും, എന്നിട്ട് അതിന് പകരം അപ്പോസ്ട്രോഫി വരും. അങ്ങനെയാണ് സീൽ എന്നുള്ളത് എന്തായത്, സീൽ. അത് കൂട്ടി വായിക്കണം, സീൽ എന്നാവുന്നത്. ഇതിന്റെ അർത്ഥം ഇഫ് ഇറ്റ് എന്നാണ്. ഇഫ് ഇറ്റ് അതായത് സി എന്ന വാക്ക്, അതേപോലെ സി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ഇഫ്. ഇനി ഇതിന്റെ അർത്ഥം ഇറ്റ്. ഇതിലെ ഈ 2 I കൂടി ചേരുമ്പോൾ എന്തായി മാറി, ആദ്യത്തെ I വെട്ടിപ്പോയി, അപ്പോസ്ട്രോഫി ആയി, ഇങ്ങനെ ഇഫ് ഇറ്റ്. ഇനി അങ്ങനെയാണ് ഈ സീൽ എന്ന വാക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു ഇഫ് ഇറ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി വു എന്ന് പറഞ്ഞാൽ യു എന്നാണ് അർത്ഥം. ഓക്കെ, പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഇത് ഒരുമിച്ച് വരുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം വരുന്നത്, ഇഫ് ഇറ്റ് പ്ലീസസ് യു. എന്താണ് ഇത് ഒരുമിച്ച് വരുന്നത്, ഇഫ് ഇറ്റ് പ്ലീസസ് യു എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അവർ അങ്ങനെയാണ് പറയുക, ഇഫ് ഇറ്റ് പ്ലീസസ് യു എന്നാണ് അവർ പറയാ. അതിന്റെ അർത്ഥം എന്താണ്, പ്ലീസ്. ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈഫും ഇറ്റും വന്നതെന്നുള്ളത്. ഈ സീൽ എങ്ങനെയാ വന്നത് മനസ്സിലായല്ലോ. സി അതായത് ഇഫ്, അതും ഈൽ അതായത് ഇറ്റ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ട് വന്ന വാക്കാണ്, ഒരു ഫ്രേസ് ആണ് സീൽ എന്നത്. ഇനി അടുത്തത് എന്താ നോക്കാം. ഇനി നമ്മൾ ഒരാളുടെ അടുത്ത് താങ്ക് യു പറയണം. താങ്ക് യു എന്ന് എങ്ങനെയാ പറയാ, താങ്ക് യു ഇസ് വെരി സിമ്പിൾ, മെഹ്സി. മെഹ്സി അത് ഞാൻ പറയില്ല, 6 ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ്. കാക്കിച്ച് തുപ്പില്ലേ, കുറെ കാക്കിച്ച് തുപ്പി പഠിച്ചു നോക്ക്, അപ്പൊ കിട്ടും മെഹ്സി. മെഹ്സി പറഞ്ഞാൽ താങ്ക് യു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഹലോ എന്ന് പറയാൻ ബോൺജൂർ ആന്ന് പറഞ്ഞു. ഇനി ഹായ് എന്ന് പറയണെങ്കിലോ സല്യൂ. നമ്മൾ സല്യൂട്ട് ചെയ്യില്ലേ, അത് ഓർത്താൽ മതി. സല്യൂ പറഞ്ഞാൽ ഹായ് എന്നാണ് മീനിങ്. ഇനി ഒരാളുടെ അടുത്ത് നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന് പറയണം. അതും ഭയങ്കര സിമ്പിൾ ആണ്. എക്സ്ക്യൂസ് മീ എങ്ങനെ പറയാ, ഇതിന്റെ അർത്ഥം എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് എന്നാണ് ഇതിന്റെ അർത്ഥം. എക്സ്ക്യൂസേ മുവ. മുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീ എന്നാണ് അർത്ഥം. മുവ പറഞ്ഞാൽ മീ എന്നാണ് അർത്ഥം. അപ്പൊ എക്സ്ക്യൂസേ മുവ പറഞ്ഞാൽ എക്സ്ക്യൂസ് മീ എന്നാണ് അർത്ഥം. അപ്പൊ ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് ഞാൻ ലാസ്റ്റ് ബോർഡിലെല്ലാം കൂടി എഴുതിയിട്ട് അത് വീഡിയോന്റെ എൻഡിൽ അറ്റാച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. നമ്മൾ എങ്ങനെ യെസ് നോ പറയും? യെസ് നോ പറയാനുള്ള വേർഡ് വി. ഇതിന്റെ അർത്ഥം യെസ്. ഇതെന്താണ്? വി എന്ന് പറഞ്ഞാൽ യെസ് എന്നാണ് അർത്ഥം. ഇനി നോ എന്നെങ്ങനെ പറയും? നോ. നമ്മൾ ഇത് ഇംഗ്ലീഷ് പറയുമ്പോൾ നോൺ എന്നാണ്, പക്ഷെ ഫ്രഞ്ചിൽ അത് നോ. ചെറുതായിട്ട് വരുള്ളൂ, ആ ലാസ്റ്റ് എൻ്റെ ഒരു നെയ്സൽ പോലെ ചെറുതായിട്ട് വരുള്ളൂ നോ. അപ്പൊ ഇതാണ് യെസും നോ എന്ന് പറയാനുള്ള വേർഡ്സ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ പറഞ്ഞു തരുന്നുള്ളൂ, കാരണം എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ തലമുണ്ടാവും. അതുകൊണ്ട് ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, ആൽഫബറ്റ്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത് പഠിക്കാം. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.